സ്വാഗതം ശ്രീ മുഷ്താഖ്. നമസ്കാരം. ഈ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു പുസ്തകമാണ് താങ്കളിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഒരു മകൻ അച്ഛൻ്റെ ജീവചരിത്രം എഴുതുന്നു. അതും അതിൻ്റെ തലക്കെട്ട് കടൽ പോലൊരാൾ. കടലിൻ്റെ അഗാധത നമുക്ക് അറിവില്ല, പക്ഷേ ആ കടലിനുള്ളിൽ എന്തൊക്കെയോ വളരെ അജ്ഞാതമായിട്ടുള്ള വളരെ ഇനിയും പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ മുഴുവൻ പഠിച്ചിരിക്കേണ്ട, ചൊല്ലിപ്പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് ഇ കെ ഇമ്പിച്ചി ബാവ. അതുകൊണ്ടല്ലേ താങ്കൾ ഇങ്ങനൊരു പുസ്തകം രചിച്ചത്? ഞാൻ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം പുസ്തകം വായിക്കാത്തവർക്കായി ഇവിടെ ഒന്ന് ആവർത്തിക്കാം. ഇത് അച്ഛനെക്കുറിച്ചുള്ള ഒരു മകൻ്റെ ഓർമ്മക്കുറിപ്പല്ല, പകരം ജനകീയനായ ഒരു നേതാവിനെ അന്വേഷിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കണ്ടെത്തലുകളാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഞാൻ EMS കുറിച്ചോ AKG കുറിച്ചോ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ എങ്ങനെയാവുമോ അതുപോലെ മാത്രമാണ് ഇമ്പിച്ചി ബാവയെയും കണ്ടിട്ടുള്ളത്. എന്നാൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇമ്പിച്ചി ബാവ എന്ന വ്യക്തിയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൽ, അല്ലെങ്കിൽ ജനകീയനായ മനുഷ്യനിൽ കണ്ടെത്തിയ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വലിയ വലിയ ചരിത്ര സംഭവങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ആരാധന തോന്നുന്ന തരത്തിൽ വലിയ നമ്മൾ ലെജൻഡറി എന്ന് പറയുന്നുണ്ടല്ലോ, അത്തരത്തിലായതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. ഇത് എഴുതുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, ഞാനിതിന് മുൻപ് വായിച്ചിട്ടുള്ള ജീവചരിത്രങ്ങളെല്ലാം തന്നെ അതിലെ പ്രധാന വ്യക്തിത്വത്തെ നായകവൽക്കരിച്ച് വലിയ ഒരു സ്റ്റാർഡം ഇമേജിലാണ് പൊതുവെ പ്രസൻറ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടാറ്. ഇതിൽ ഇമ്പിച്ചി ബാവയ്ക്ക് ഒരു മനുഷ്യൻ്റെ മുഖവും രൂപവും കൊടുത്തുകൊണ്ട് മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. എന്നിരുന്നാൽ തന്നെയും അന്നത്തെ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം പറയുമ്പോൾ അവിടെ ഇമ്പിച്ചി ബാവയുടെ റോൾ എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ജനങ്ങൾ തിരിച്ചറിയട്ടെ. അദ്ദേഹം മഹാനാണെന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും കാലം പറഞ്ഞിരുന്നത്, അത് ജനങ്ങൾ തന്നെ പറയട്ടെ എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. പിന്നെ ഇത് ഒരു കടമ നിർവഹിക്കൽ കൂടിയാണ്. മകൻ്റെ അച്ഛനോടുള്ളതല്ല, ഇമ്പിച്ചി ബാവ എന്ന മഹാനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ളതിലേക്കുള്ള ഒരു എഴുത്തുകാരൻ്റെ. ഈ പൊന്നാനിക്കാർക്ക് ഏറെ പ്രത്യേകതയുണ്ട്. അവർക്ക് ഈ മാനുഷികത വളരെ കൂടിയവരാണ്. അത് നമുക്കറിയാൻ കഴിയുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരും ഗോവിന്ദനിലൂടെയൊക്കെ കേരളക്കര മുഴുവൻ കണ്ടതാണ്. ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖം വെച്ച് നോക്കുമ്പോൾ ഇമ്പിച്ചി ബാവയ്ക്ക് ഒരു സാഹിത്യാഭിരുചി ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് താങ്കൾ ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പൊന്നാനിക്ക് വേറൊരു പ്രത്യേക സ്വഭാവമല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും. ഈ പൊന്നാനി എന്ന് പഴയ പൊന്നാനി, അല്ലെങ്കിൽ പൊന്നാനി താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഇടത്ത് തന്നെയാണ് MT വാസുദേവൻ നായരും അക്കിത്തവും താങ്കൾ പറഞ്ഞ ഇടശ്ശേരിയും അടക്കമുള്ള ഉറൂബും എല്ലാം ഉള്ളത്. ഇവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാഹിത്യ സമ്മേളനങ്ങളിലും ഒത്തുചേരലുകളിലൊക്കെ ഒരാളായിരുന്നു ഇമ്പിച്ചി ബാവയും. ഈ പുസ്തകത്തിൽ തന്നെ അക്കാലഘട്ടത്തിലെ ഒരു പഴയ നോട്ടീസിൻ്റെ ചിത്രവും നിങ്ങൾക്ക് കാണാനാവും. ഈ ഇടശ്ശേരിയുടെയും മറ്റും പൊതുയോഗത്തിൽ ഇമ്പിച്ചി ബാവയും ഒരാളായി പങ്കെടുക്കുന്നത്. പിന്നെ സാഹിത്യം മാത്രമല്ല, ഇമ്പിച്ചി ബാവയെയും മാറ്റി നിർത്താം. നമുക്ക് ഈ പറയുന്ന പൊന്നാനിക്ക് ഒരു കൾച്ചറുണ്ട്. എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴ നിള അറബിക്കടലുമായി സംഗമിക്കുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. പൊന്നാനിപ്പുഴയുടെ തീരത്തിന് സ്വാഭാവികമായും ലോകത്തുള്ള എല്ലാ സിവിലൈസേഷനുകളും ഏതെങ്കിലും വലിയ നദിയുടെ തടങ്ങളിലോ മറ്റോ ആണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം, അല്ലെങ്കിൽ നൈലിൻ്റെ തീരത്ത്, അങ്ങനെ നമ്മൾ ലോക ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. അതുപോലെ കേരളത്തിലും ഉണ്ട്. എപ്പോഴും ആ ജലാംശമുള്ള, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ജനങ്ങൾക്ക് അവിടെയാണല്ലോ ഒരു സൊസൈറ്റി രൂപീകരിതമാവുന്നത്. അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പൊന്നാനിക്ക് വലിയ ചരിത്രമുണ്ട്, സാമൂഹിക പശ്ചാത്തലമുണ്ട്, അതിനേക്കാളേറെ സാംസ്കാരിക പൈതൃകങ്ങളുമുണ്ട്. അതിനേക്കാളേറെ സാംസ്കാരിക പൈതൃകങ്ങളുമുണ്ട്.
ഈ 1917 മുതൽ 1995 വരെയാണ് അല്ലേ ആ ഒരു നീണ്ട ഒരു കാലഘട്ടം. അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേക അധ്യായം തന്നെയാണെന്ന് ഈ ഒരൊറ്റ പുസ്തകത്തിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഒരുപക്ഷെ ഈ താങ്കൾ രാഷ്ട്രീയ സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മകൻ അച്ഛൻ എങ്ങനെയായിരുന്നു? അച്ഛൻ ഒരു നല്ല അച്ഛനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. ഇമ്പിച്ചു ബാവ ബേസിക്കലി ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. ഞാൻ ഹ്യൂമൻ ബീയിങ് എന്നത് ഇൻവെർട്ടഡ് കോമയിലിട്ട് പറയുന്നു. മനുഷ്യത്വം തുളുമ്പുന്ന ഹൃദയമുള്ള ഒരാൾ, ആ മനുഷ്യത്വം തുളുമ്പുന്ന ഹൃദയമുള്ള ഒരാൾ അച്ഛനായാലും അമ്മാവനായിരുന്നാലും രാഷ്ട്രീയ നേതാവായിരുന്നാലും പോലീസുകാരനായിരുന്നാലും അയാളുടെ മനുഷ്യത്വം തുളുമ്പിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായും അത് അനുഭവിക്കുന്നവർക്ക് ഒരു തേൻ നുകരുന്നത് പോലെയുള്ള ജീവിതാനുഭവം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യൻ്റെ മകനായത് എൻ്റെ ഭാഗ്യമായി ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ഈ ഒരു വലിയ ഒരു രാഷ്ട്രീയ ചിത്രം ഇതിനകത്തൂടെ തരുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യം വരെയും പാർട്ടിയുടെ ഇടങ്ങളിൽ വെച്ച് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു മടങ്ങുമ്പോഴാണല്ലോ ഡൽഹിയിൽ വെച്ച് അന്ത്യം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം പാർട്ടിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ആ ജീവിതം തെളിയിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നൊരു സോക്കോൾഡ് കുടുംബം ഉണ്ടല്ലോ, ഭാര്യ മക്കൾ, അതുപോലെയോ അതിനേക്കാളേറെയോ പ്രസക്തി അല്ലെങ്കിൽ അതിനേക്കാളേറെ പ്രാധാന്യം അദ്ദേഹം പാർട്ടിക്ക് കൊടുത്തിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിൽ കാണാം. അതിൽ ഇമ്പിച്ചു ബാവ എൻ്റെ ഭാര്യ എവിടെ മക്കളെവിടെ എന്നല്ല പറഞ്ഞത്, പാർട്ടി എല്ലാം കാണുന്നുണ്ട്, സഖാക്കളെ മുന്നോട്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. വിശ്രമിക്കാൻ പറഞ്ഞപ്പോൾ അത് പാർട്ടിയാണ് പറയേണ്ടത് എന്നുപോലെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും ഇതിൽ ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ഇതിൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ കൂടി ഉത്തരം ചേർത്തുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം CPM വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇമ്പിച്ചു ബാവ. ഇമ്പിച്ചു ബാവയിലെ വിദ്യാർത്ഥിയിലെ പ്രസംഗിക്കാനുള്ള കഴിവും കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവും കണ്ടു തിരിച്ചറിഞ്ഞ കൃഷ്ണപിള്ളയാണ് ഇമ്പിച്ചു ബാവയെ കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്നത്തെ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആയിരുന്നു ആദ്യം, പിന്നീടാണത് കമ്മ്യൂണിസ്റ്റായി പരിവർത്തനം ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസത്തിലേക്ക് എത്തിയപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി മാറി ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായ 32 പേരിലെ 7 മലയാളികളിൽ ഒരാളാണ് ഈ കെ ഇമ്പിച്ചു ബാവ. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയിലുള്ള സൃഷ്ടിയുടെ ഭാഗമാണ് CPM എന്ന് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം. സ്വാഭാവികമായും അതുകൊണ്ട് പാർട്ടിയോട് അദ്ദേഹത്തിനുണ്ടാവുന്നൊരു ഇഷ്ടം നമ്മൾ പറയുന്നതിനും അപ്പുറമായിരിക്കുമല്ലോ. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു. തീർച്ചയായും ഒരുപക്ഷെ അനുഭവങ്ങൾ ഉണ്ടാകുക, അതിനെപ്പറ്റി എന്തെങ്കിലും മുഷ്താഖിന് ഓർമ്മയുണ്ടോ? എനിക്ക് എൻ്റെ കുട്ടിക്കാലത്താണ്. കാരണം ഇമ്പിച്ചു ബാവ ജയിലിലടക്കപ്പെട്ടിട്ടുള്ളതിൽ ഞാൻ ജനിച്ച ശേഷമുള്ള ഓർമ്മയിലുള്ളത് അടിയന്തരാവസ്ഥ കാലത്തേതാണ്. അതിനു മുൻപ് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ പലവട്ടം ജയിൽ അടക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ആ വിദ്യാർത്ഥിയായിരിക്കെ വാറണ്ട് ഉണ്ടായിരുന്ന അത്യപൂർവം വ്യക്തികളിൽ ഒരാളായിരുന്നു ഇമ്പിച്ചു ബാവ. ഇമ്പിച്ചു ബാവ പിന്നീട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉമ്മ ഒക്കെ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പോലും, പക്ഷേ അന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം, പോലീസിൻ്റെ നിയന്ത്രണം, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ പലപ്പോഴും വാപ്പ ജയിലിൽ എന്ന് പറയുന്നൊരു ഇതൊക്കെ കേട്ട് ഞങ്ങളും നടുങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ പോലീസ് ജയിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഭയമുണ്ടല്ലോ. എങ്കിലും ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് ആഴത്തിൽ അതിൻ്റെ ഡെപ്ത് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ കുറേ കൂടി അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും. ഈ പാർട്ടിക്ക് വിധേയനായിട്ടാണ് പൂർണ്ണമായിട്ടും കഴിഞ്ഞത്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം MV രാഘവൻ്റെ ബദൽ രേഖയുമായിട്ട് ആദ്യം ചേർന്ന് പോവുകയും പക്ഷേ പിന്നീട് പാർട്ടി തിരുത്തിയപ്പോൾ അതിനനുസരിച്ച് പാർട്ടിക്കനുസരിച്ച് മാറുകയും ചെയ്തു എന്നുള്ളതും വലിയൊരു തൻ്റെ ഇടമായിട്ടാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിന് പാർട്ടിയാണ് ശരി,
എന്ത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പലരിൽ നിന്നും അല്ലാത്ത പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ പലരും എന്നോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും എടുത്തിടപെടുമ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഇമ്പിച്ച് ബാവ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാവട്ടെ മറ്റു നേതൃയോഗങ്ങളിലാവട്ടെ വളരെ കൃത്യമായി എന്ത് കാര്യവും തൻ്റെ ഇട്ടത്തോടെ ആണത്തോടെ പറയുമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം പാർട്ടി ഫൈനലി എടുക്കുന്നൊരു തീരുമാനം എന്താണോ അത് ഇമ്പിച്ച് ബാവ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണെങ്കിൽ പോലും പിന്നീട് പാർട്ടിയുടെ തീരുമാനമാണ് എൻ്റെ തീരുമാനം എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്ന് പാർട്ടി പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തായാലും താങ്കൾ ഈ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേര് കടൽ പോലൊരാളാണ്. കടലിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എത്ര കണ്ടാലും നമുക്ക് മതി വരികയുമില്ല. അതുപോലെ ഇനിയും ധാരാളം കാര്യങ്ങൾ EK ഇമ്പിച്ച് ബാവയെക്കുറിച്ച് പറയാനുണ്ടാകും. ഒരുപക്ഷെ നമുക്ക് ഈ പ്രേക്ഷകർക്ക് ഈ പുസ്തകം ഒന്നുകൂടി പരിചയപ്പെടുത്തി കൊടുക്കാം. മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വില 220 രൂപയാണ്. ഒരുപക്ഷെ ഇമ്പിച്ച് ബാവയെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം പഠിക്കേണ്ടവരൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് ഇത് വായിച്ചപ്പോൾ അനുഭവപ്പെട്ടത്. ഞാൻ കടൽ പോലൊരാൾ എന്നത് പറയുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ കൂടി പറയണം. ഈ ഇമ്പിച്ച് ബാവയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. അല്ലാതെ മലയാളികൾ നമ്മൾ പലരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന്, ഞാനും താങ്കളും സംസാരിക്കുന്ന നമ്മുടെ മാതൃഭാഷയായ മലയാളം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന പാർലമെൻറ്റിൽ അവിടെ ആദ്യമായി മലയാള ഭാഷ മുഴങ്ങുന്നത് ഇമ്പിച്ച് ബാവയിലൂടെയാണ്. അല്ലെങ്കിൽ അവിടെ ആദ്യമായി ഇമ്പിച്ച് ബാവയാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. അന്ന് മുതലാണ് പ്രാദേശിക ഭാഷയിൽ MP-മാർക്ക് പാർലമെൻറ്റിൽ സംസാരിക്കാം എന്നുള്ള ഒരു പിന്തുടർച്ച സംസാരിക്കാമെന്നുള്ളൊരു കാര്യം അന്നത്തെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്ന രാധാകൃഷ്ണൻ പറഞ്ഞ് അതൊരു റൂളിംഗ് ആയി വരുന്നത്. മനസ്സിലായി? അപ്പോൾ ആ റൂളിംഗ് മറ്റ് MP-മാരെല്ലാം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക MP-മാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതെ അതെ, നമ്മുടെ K രാധാകൃഷ്ണൻ തന്നെ അടക്കം എല്ലാ പാർട്ടിയുടെയും. അപ്പോൾ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുന്നവരെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഇമ്പിച്ച് ബാവ. ഇന്നസെന്റ് മലയാളത്തിൽ സംസാരിച്ചതും ഒക്കെ ആദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ. ഇതുപോലെ ഒരു 2 ചെറിയ കാര്യങ്ങൾ കൂടി പറയാം. കാരണം നമ്മൾ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോവാത്ത ചില കാര്യങ്ങളാണ്. കുറേ കൂടി സിനിമാറ്റിക് ആയിരുന്നു ഇമ്പിച്ച് ബാവയുടെ ജീവിതം എന്ന് പറയുന്നത് തെറ്റല്ലെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് അറസ്റ്റ് വാറൻ്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗമായിരുന്നു. പാർലമെൻറ്റിന് ചുറ്റും എത്രത്തോളം പട്ടാളക്കാരും പോലീസുകാരും സംരക്ഷിക്കുന്ന രീതിയിൽ അവിടെ സെക്യൂർ ആയിരിക്കും എന്നറിയാലോ. ആ സമയത്ത് ഈ പട്ടാളക്കാരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് അകത്ത് കയറി ഒപ്പിട്ട് ശമ്പളം വാങ്ങി തിരിച്ച് ഇവരെ എല്ലാം പറ്റിച്ച് പുറത്തിറങ്ങിപ്പോയ ആളാണ് ഇമ്പിച്ച് ബാവ. പിന്നെ പണ്ട് നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാം ഈ കോവിഡ് വന്നപ്പോഴുള്ള ബുദ്ധിമുട്ട്. ഇതുപോലെ ഒരു വലിയ സംഭവം പണ്ടുണ്ടായിരുന്നു, കോളറക്കാലം. ഈ കോളറക്കാലത്ത് ആരും മറ്റൊരാളെ സഹായിക്കാനില്ലാതെ നാട്ടിൽ ശവങ്ങൾ തിങ്ങിക്കൂടി കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ പോയി ശവം മറവ് ചെയ്യാനും അവരുടെ അനാഥരായ കുട്ടികളെ എടുത്തുകൊണ്ടുവന്ന് അവരെ വളർത്താനും അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുൻപിട്ട് നിന്നിരുന്ന ഒരാളായിരുന്നു EK ഇമ്പിച്ച് ബാവ. അതുകൊണ്ട് തന്നെ അന്ന് ഇമ്പിച്ച് ബാവയെ കണ്ട് ഇടശ്ശേരി പറയുകയും ചെയ്തു. ഇടശ്ശേരി അന്നും ഇന്നും എന്ന് പറഞ്ഞ പോലെ മരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പറയുന്ന ഇമ്പിച്ച് ബാവയെ പോലെയുള്ളവരുടെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ എനിക്കും കമ്മ്യൂണിസ്റ്റ് ആവണമെന്ന് തോന്നുന്നു എന്ന തരത്തിൽ ഇടശ്ശേരി പറഞ്ഞത്. പിന്നെ കേരളത്തിൽ ആദ്യമായി പല കാര്യങ്ങളും ചെയ്യുന്നവരുടെ മുൻപന്തിയിൽ ഇമ്പിച്ച് ബാവയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പിച്ച് ബാവ എന്ന് പറയുന്ന മനുഷ്യനെ അല്ലെങ്കിൽ മന്ത്രിയെ, പിന്നെ ഒരു മന്ത്രി എത്രത്തോളം സാധാരണക്കാരനാവണമെന്നും ഒരു സാധാരണക്കാരന് എങ്ങനെ മന്ത്രിയാവാമെന്നും കാണിച്ച വ്യക്തിയായിരുന്നു ഇമ്പിച്ച് ബാവ. ഇമ്പിച്ച് ബാവ മന്ത്രിസ്ഥാനം കഴിഞ്ഞ ശേഷം തുടർന്നും KSRTC ബസ്സിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഇമ്പിച്ച് ബാവ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രായോഗിക ബുദ്ധി വളരെ വലുതായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞിരുന്നു, എന്ത് പ്രശ്നവുമായി നമ്മൾ ഇമ്പിച്ച് ബാവയെ സമീപിച്ചാലും
അതിന് പ്രാക്ടിക്കലായുള്ള ഒരു പരിഹാരം ഇമ്പിച്ചു ബാവയ്ക്ക് നിർദ്ദേശിക്കാനുണ്ടാവുന്നു. എന്നെ വളരെ ആകർഷിച്ച ഒരു സംഭവം അത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. ഇമ്പിച്ചു ബാവ KSRTCയുടെ മന്ത്രിയായിരിക്കുമ്പോൾ കോഴിക്കോട് നിന്ന് നിലമ്പൂരിലേക്ക് ഒരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ഫ്ലാഗ് ഓഫിൻ്റെ സമയത്താണ് മെസ്സഞ്ചർ വന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻകാർ ഇതിന് സ്റ്റേ വാങ്ങിച്ചു എന്ന്. ഇദ്ദേഹം അപ്പോൾ കൂടെയുള്ള IASകാരായ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, ഈ കോഴിക്കോട് നിലമ്പൂർ ബസ് ഇപ്പോൾ ഓടിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു, അയ്യോ സാറേ, ഇത് നമ്മൾ ഹൈക്കോടതിയിൽ പോയി ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന് മുകളിൽ സ്റ്റേ ഇല്ലാതെയാക്കണം, എന്നാൽ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ കോടതി വിധിക്കെതിരെ നമ്മൾ ചെയ്തു എന്നുള്ളത് വലിയ ക്രിമിനൽ ഒഫൻസ് ആവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെനിക്കും അറിയാം, ഇപ്പോൾ ഇത് ഓടിക്കാനുള്ള ഒരു ഉപായം പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അവർ എല്ലാം കൈമലത്തി, ആവില്ല. അപ്പം ബിജുവോ പറഞ്ഞു, ഈ നിലമ്പൂരിൽ നിന്ന് 17 കിലോമീറ്റർ അപ്പുറം വഴിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്ക് ഉള്ള ബസ്സാണ് ഈ ബസ് എന്ന രീതിയിൽ ഇതിനെ ഓർഡർ മാറ്റുക. അപ്പോൾ ഇത് കോഴിക്കോട് വഴിക്കടവ് ബസ്സാണ്. കോഴിക്കോട് വഴിക്കടവ് ബസ്സിന് ഒരു ഹൈക്കോടതിയിലെയും സ്റ്റേ ഇല്ല. കോഴിക്കോട് വഴിക്കടവ് ബസ് നിലമ്പൂരിലൂടെ പോകരുതെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ സിറ്റുവേഷൻ ഇനി ബസ് ഓടാൻ പറ്റില്ല എന്നിവർ പറഞ്ഞെടുത്ത് വളരെ ബുദ്ധിപൂർവ്വം വളരെ പ്രാക്ടിക്കലായി അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ ഇമ്പിച്ചു ബാവയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവത്തെ കാണിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ ഒരു സാധാരണക്കാരൻ്റെ വിശപ്പ് കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.